2 ദിവസം മുന്നെയാണ് ആൻറ്റി ചോദിച്ചത്, ഇങ്ങനെ ഒരു മീറ്റിംഗ് കൊണ്ട് മോളെ വരാൻ പറ്റുമോ എന്ന്. അന്നേരം ഞങ്ങൾ വെളിയിലായിരുന്നു. വന്ന ഉടനെ ഞാൻ ആൻറ്റിക്ക് റിപ്ലൈ ഇട്ട്, ആൻറ്റി തീർച്ചയായിട്ടും വരാം. കാരണം ഞങ്ങൾ ആസാദിയെ പറ്റിയൊക്കെ ഇപ്പോൾ പ്രിയ സിസ്റ്റർ പറഞ്ഞല്ലോ, ആസാദി അങ്ങനെ തുടങ്ങണമെന്ന് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു താല്പര്യം തന്നപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് ആ ടെസ്റ്റ് മണിക്ക് വേണ്ടി സോഫിയ ആൻറ്റി കടന്നു വരണമെന്നാണ്. അങ്ങനെ നമ്മുടെ ആ ആസാദിയുടെ ആദ്യത്തെ ടെസ്റ്റ് മണി സോഫിയ ആൻറ്റിയുടെ ടെസ്റ്റ് മണിയാണ്. അതിന് മുന്നേ തന്നെ സോഫിയ ആൻറ്റിയെ കാണുവാനും പരിചയപ്പെടുവാനും മുംബൈയിലുള്ള ഞങ്ങളുടെ ചർച്ചയിൽ കടന്നു വരുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. ദൈവം തന്നിരിക്കുന്ന നല്ല സ്നേഹബന്ധത്തെ ഓർത്ത്, ആത്മീയ ബന്ധത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കുടുംബമായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ആൻറ്റി ഇങ്ങനെ ആ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങനെ വചനം എടുത്ത് ഇങ്ങനെ വായിച്ചു. ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്താണ് 2 വാക്ക് സംസാരിക്കണമല്ലോ, എന്താണ് പറയേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയത് യോഹന്നാൻ പത്മോസിൽ തനിയായിരുന്ന ആ യോഹന്നാൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യത്തെ പറ്റിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചത്. അതിനെപ്പറ്റി അല്പ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 3.5 വർഷക്കാലം യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് ആ യോഹന്നാനാണ് ഏകാന്തതയിൽ പത്മോസിലായിരുന്നത്. യോഹന്നാൻ ഒരിക്കലും ചിന്തിച്ചില്ല ആ പത്മോസിൻ്റെ ആ ദ്വീപിലേക്ക്, ആ ഏകാന്തതയിലേക്ക് വേറൊരു വ്യക്തിക്ക് പോലും അവിടെ കടന്നു വരാൻ സാധ്യമല്ല. ഒരു മനുഷ്യർക്കും ആ പത്മോസിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല. അവിടെ കടന്നു വരുവാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് താൻ 3.5 വർഷക്കാലം ആ മാറോട് ചേർന്നിരുന്ന യേശു കർത്താവാണ്. ആ യേശു കർത്താവ് ആ തൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ്റെ അടുക്കിലേക്ക് അവിടെ ഇറങ്ങി വന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ ഈ വെളിപ്പാടിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. 1-ാം അധ്യായത്തിന് 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനം യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തവുമാണ് പത്മോസ് എന്ന ദ്വീപിലേക്കായിരിക്കുന്നത്. അവൻ അവിടെ ഏകനായിരുന്നു. പക്ഷേ ആ ഏകാന്തതയുടെ അവസ്ഥയിൽ യോഹന്നാൻ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം എന്തെന്ന് കാണുവാൻ വേണ്ടി യോഹന്നാൻ തിരിഞ്ഞു നോക്കിയതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നോട് സംസാരിച്ച നാദം എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ അവിടെ കാണുകയാണ്. 3.5 വർഷക്കാലം കണ്ട യേശുവിനെ അല്ല യോഹന്നാൻ അവിടെ കാണുന്നത്. അവിടെ വിവരിക്കുന്നു, നിലയങ്കി ധരിച്ച യേശു കർത്താവിനെയുമാണ് അവിടെ യോഹന്നാൻ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടേതായ ഏത് ഏകാന്ത അവസ്ഥയാണോ, നിരാശയുടെ അവസ്ഥയാണോ, അതിനെല്ലാം നടുവിൽ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശു കർത്താവുണ്ട്. നമ്മളൊന്ന് വിളിക്കാൻ തയ്യാറായാൽ, നമ്മളൊന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ അടുക്കിലേക്ക് തീർച്ചയായും അവൻ ഇറങ്ങി വരും. വേറെ ആർക്കും അവിടെ വരുവാൻ സാധ്യമല്ല. വേറെ ആരോടോ കടന്നു വന്നാലും നമുക്ക് ആശ്വാസം ലഭിക്കുകയില്ല. നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ നിരാശയെ മാറ്റാൻ, നമ്മുടെ ഏകാന്തതയെ മാറ്റാൻ കടന്നു വരുവാൻ കഴിവായവൻ, ശക്തനായ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ യേശു കർത്താവാണ്. ആ യേശു കർത്താവ് അവിടെ വന്ന് യോഹന്നാനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട എന്ന്. യോഹന്നാൻ 1:17 വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ആ യോഹന്നാനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ കാണുന്നത് യേശുവിൻ്റെതായ രൂപം കണ്ടു നിൽക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ ഒരു പ്രത്യാശ യേശു കർത്താവ് നമുക്കിവിടെ തരികയാണ്. അതുകൊണ്ട് നമ്മുടേതായ ഏതവസ്ഥയിലും, നമ്മുടേതായ ദുഃഖത്തിൻ്റെയോ നിരാശയുടെയോ അവസ്ഥയിലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ആ യേശുവിൻ്റെ സ്നേഹം, നമുക്ക് ആ സ്നേഹത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. എല്ലാ പ്രിയമുള്ളവരെയും വാത്സല്യമുള്ള ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. നന്ദി പറയുകയാണ്. ഇങ്ങനൊരു കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളോട് പാരിപ്പാന്തക്കൊണ്ട് നൽകിയ ഈ ഒരു പദവിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാൻഡി ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞല്ലോ, സോഫിയ ആൻറ്റി പറഞ്ഞു, ആൻറ്റി ഞങ്ങളുടെ ചർച്ചിലാണ് ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞത്. അതുപോലെ ആസാദി ചാനലിൽ ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞത് ആൻറ്റിയാണ്. അപ്പോൾ 2 ഭാഗത്തും പറയാൻ അങ്ങനെ വാക്കുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ടിബിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ടിബിനും നമ്മുടെ യുവ ഫോർ ജീസസിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സന്തോഷമാണ്. ടിബിൻ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്യാൻ കടന്നു വന്നത്. എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗവും
പദ്ധതിയുമൊക്കെയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പല കാര്യങ്ങൾ പറയുവാൻ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. പ്രത്യേകിച്ചും ആസാദി ചാനൽ അനേക ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവർ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ഡയാലിസിസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഡയാലിസിസിന് വേണ്ടി കിടക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് മുഴുവൻ ചാനലിലെ ടെസ്റ്റിമണീസാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ എത്രയോ ജീവിതങ്ങൾ. സത്യത്തിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു ചാനലല്ല. ദൈവം അങ്ങനെ പ്രവർത്തിച്ചു. ഞാൻ പല കാര്യങ്ങളും നമുക്ക് കോയിൻസിഡൻസ് എന്ന് തോന്നാം, പക്ഷേ ദൈവം കോർഡിനേറ്റ് ചെയ്തതായിരുന്നു. കാരണം ആസാദി ചാനൽ, ആസാദി മലയാളം ചാനൽ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഒരു TV പ്രോഗ്രാം ഹാർവസ്റ്റ് TVയിൽ നമ്മൾ തുടങ്ങിയപ്പോൾ, അതിൻ്റെ എപ്പിസോഡ്സ് വരാൻ തുടങ്ങിയപ്പോൾ അതുവരെ ഞങ്ങൾ ഹിന്ദി മിനിസ്ട്രി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹാർവസ്റ്റ് TVയിൽ നമ്മുടെ പ്രോഗ്രാം വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസാദി മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങി. എന്നിട്ട് ഹാർവസ്റ്റുകാർ തന്നെ വന്ന് അന്ന് എൻ്റെ ഒരു ചെറിയ ഒരു ട്രെയിലർ വീഡിയോ അവർ തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി. ആ ട്രെയിലർ വീഡിയോ അവർ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ചെറിയ ഭാഗവും കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നു. അന്ന് എനിക്കത് വലിയ പ്രത്യേകതയുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇന്ന് ഈ സമയങ്ങളിൽ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ അതൊരു പ്രോഫറ്റിക് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ആ മെസ്സേജിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ 1-2 സെൻറ്റൻസ് അവരിങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടെൽ യുവർ സ്റ്റോറി, നിങ്ങളുടെ കഥ പറയുക, ടെൽ യുവർ സ്റ്റോറി. അപ്പം ഞാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ കഥ പറയുക. ഇതാണ് നമ്മൾ ആസാദി മലയാളം ചാനലിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ. ഇത് നമ്മളുണ്ടാക്കിയതല്ല, ഹാർവസ്റ്റ് TVക്കാരുണ്ടാക്കി നമുക്ക് തന്നതാണ്. ഒരു ട്രെയിലറായിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി തന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആസാദി ചാനൽ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ കഥകൾ, വ്യത്യസ്തമായ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അനുഭവം കൂടെ പറയാം, വചനത്തിലേക്ക് കയറുന്നതിന് 1-2 അനുഭവം കൂടെ പറയാം. ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് 2005-2006 വർഷങ്ങളിലാണ് ഞങ്ങൾ ജോലി വിട്ട് പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ആ സമയങ്ങളിൽ ഞങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ ആ തീരുമാനങ്ങൾ ഇന്നും പാലിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്, ഞങ്ങൾ മനുഷ്യരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയില്ല, സ്പോൺസറെ കണ്ടെത്തുകയില്ല, ഫണ്ട് റേസിങ് നടത്തുകയില്ല. അപ്പോൾ ഈ കാലത്ത് അങ്ങനെയൊക്കെ സുവിശേഷ വേല ചെയ്യാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ ഒക്കുമെന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ ജീവിതാനുഭവമാണ്. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വരെ ഞങ്ങളുടെ ചർച്ചിൽ പോലും ഒരു ഫണ്ട് റേസിങ് ഞങ്ങൾ നടത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവ് വലിയ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ നടത്തി, വലിയ അത്ഭുതങ്ങളിലൂടെ നടത്തി. ഞങ്ങൾക്ക് ഒരു സ്പോൺസറെ പോലും കണ്ടെത്തേണ്ടി വന്നിട്ടില്ല. വിശ്വാസ ജീവിതം എത്ര ആവേശകരമാണ്, എത്ര ആസ്വാദ്യമാണ്, അതെത്ര മഹത്വമുള്ളതാണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഞങ്ങൾ എടുത്തൊരു തീരുമാനം, കഴിവുള്ളിടത്തോളം ആളുകളെ കൈത്താങ്ങൽ കൊടുത്ത് വളർത്തും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമുണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ ആത്മീക ശുശ്രൂഷയിൽ ഇൻവോൾവ് ആയ വ്യക്തിയാണ്. ഒരു 17-18 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നത്. ഒരു 17-18 വയസ്സുള്ളപ്പോൾ. അതുകൊണ്ട് ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ കർത്താവ് കൃപ തന്നു. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ശുശ്രൂഷയിൽ ഇറങ്ങി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവം, ഒത്തിരി പേര് നമ്മളെ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഞാൻ വളരെയധികം നിലവിളിച്ച് കരഞ്ഞ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഞങ്ങളാൽ കഴിവുള്ളിടത്തോളം ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൈത്താങ്ങൽ കൊടുക്കും, അവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ വളർത്തും. ഞങ്ങളെടുത്തൊരു തീരുമാനം, വ്യക്തിപരമായി ഞാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ്, മറ്റൊരുത്തന് ചവിട്ടിക്കയറാൻ ഞാൻ എൻ്റെ മുതുക്, എൻ്റെ തോള് അവന് കൊടുക്കും, എൻ്റെ തോളിൽ ചവിട്ടി അവന് കയറാം. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആസാദി ചാനലിൽ ഞങ്ങൾ ടെസ്റ്റിമോണീസ് കൊണ്ടുവരുമ്പോൾ ശ്രമിച്ച ഒരു കാര്യം, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ അവരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരണം. ഇന്ന് വേദികളിൽ ഒത്തിരി പേരുണ്ട്, നമുക്കവരെ അറിയാം പ്രിയമുള്ളവരെ. അവർക്കിനിയും ഒരു കൈത്താങ്ങലിൻ്റെ ആവശ്യം ഒരു പക്ഷേ ഇല്ല, കാരണം അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ നീ ഉപയോഗിക്കുവാൻ
ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരണം. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാകുന്ന ടെസ്റ്റിമണീസ് കർത്താവ് തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു, കർത്താവ് തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു. കാരണം ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഈ ആളുടെ കോൺടാക്ട് നമ്പർ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ അമേസിംഗ് ആയിട്ടുള്ള കോയിൻസിഡൻസസ് എന്ന് നമുക്ക് തോന്നാവുന്ന അനുഭവങ്ങളിലൂടെ ദൈവം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കറക്റ്റ് ടെസ്റ്റിമണി തന്നെ നമ്മുടെ കൈ കൊണ്ട് തരുവാനിടയായിത്തീർന്നു. ഞങ്ങൾ പണ്ടെങ്ങോ 2005-ലോ 2006-ലോ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ കുടുംബപ്രാർത്ഥനയിൽ എടുത്തൊരു തീരുമാനം, മറ്റുള്ളവരെ കൈത്താങ്ങൽ കൊടുക്കുവാൻ ഞങ്ങൾ നിൽക്കുമെന്നുള്ളൊരു തീരുമാനം, അത് 10-14 വർഷങ്ങൾക്ക് ശേഷം ദൈവം അതിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി കൊണ്ടുവന്നെന്നുള്ളതാണ് സത്യം. ആസാദി ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചാനലിൽ ടെസ്റ്റിമണി പറയാൻ വരുന്നവരെ എല്ലാവരും ഞങ്ങൾ കഴിവുള്ളിടത്തോളം പ്രോത്സാഹിപ്പിക്കും. അവരെക്കുറിച്ച് 4 നല്ല വാക്കുകൾ പറയും. പ്രേക്ഷകർ അവരെ രണ്ടാമത് വിളിക്കണം, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീരും എന്നുള്ള ഒരു വിധത്തിൽ ഞങ്ങൾ 4 നല്ല വാക്കുകൾ പറയും. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ സാധാരണ അങ്ങനെ ആരും പറയാറില്ല. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ദൈവസന്നിധി ഞങ്ങളെടുത്ത തീരുമാനമാണ്. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങളാൽ കഴിയുന്ന ഒരു കൈ കൊടുത്ത് അവരെ മുൻപിലേക്ക് കയറ്റി വിടുക, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഈ കൂട്ടായ്മയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഫേബ ആൻഡ് തോമസ് നമുക്ക് ടെസ്റ്റിമണി പറയാൻ വന്നപ്പോൾ ആ മോള് നമുക്കറിയാമല്ലോ വളരെ വേദനയിലൂടെ കടന്നു പോകുന്നൊരു മോളാണ്. പക്ഷേ ചിരിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞൊരു മോള് ഭയങ്കര വേദന കടിച്ചമർത്തി. ആ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരിക്ക് നമുക്ക് സംസാരിക്കാൻ വയ്യാത്തൊരു ശാരീരിക കണ്ടീഷനായിരുന്നു. അതിനിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തു, പക്ഷേ എന്നാലും ചിരിച്ചോണ്ട് സംസാരിക്കുന്നൊരു മോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ ഒരു സെഷനിൽ ഞാൻ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പുസ്തകം എൻ്റെ പപ്പയ്ക്ക് ആരോ കൊടുത്തൊരു പുസ്തകമാണ്. പപ്പയ്ക്ക് ആ പുസ്തകം കൊടുക്കാൻ കാരണം എൻ്റെ സാക്ഷ്യം, ഞങ്ങളുടെ സാക്ഷ്യം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഫാമിലി ടൈമിലൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പപ്പയ്ക്ക് ആ പുസ്തകം കൊടുക്കാനുള്ള കാരണം, പപ്പ ഞാൻ ജനിക്കുന്നതിനൊരു 2-3 മാസം മുമ്പ് പാരലൈസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ജനിക്കുന്നതിന് 2-3 മാസം മുമ്പ് ഇന്നലെ വൈകിട്ട് മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു മീറ്റിങ്ങിൽ ഞാനത് ശനിയാഴ്ച വൈകിട്ട് ഒരു മീറ്റിങ്ങിൽ ഞാനത് പടവാനിടയായി തീർന്നു. എൻ്റെ മനസ്സിൽ വരുന്ന ചില ഫീലിംഗ് ഞാൻ പറയാനിടയായി തീർന്നു. മിനിഞ്ഞാന്ന് വൈകിട്ടത്തെ പ്രെയർ മീറ്റിങ്ങിന്, ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രെയർ മീറ്റിംഗാണ് കേട്ടോ, ഞങ്ങൾ പോകുമ്പോൾ, ഞാനും സാൻഡിയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ വഴിയിൽ ഒരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കണ്ടു. അയാളുടെ കയ്യിലൊരു ക്രച്ചസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്രച്ചസ് കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നിൽക്കുക. പെട്ടെന്ന് ഇയാളുടെ ആ ഒരു നിപ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ പപ്പയെ ഓർമ്മ വന്നു. കാരണം പപ്പയും ക്രച്ചസ് ഉപയോഗിച്ചായിരുന്നു നടക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളായിരുന്നു. പപ്പ 2 കൈയിലും 2 കക്ഷത്തും ക്രച്ചസ് വെച്ചായിരുന്നു അല്പമെങ്കിലും പപ്പ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടിട്ട് മീറ്റിങ്ങിന് ചെന്നിട്ട് ആ സ്കൂട്ടർ ഓടിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൂടെ വന്ന ചില വേദനകൾ ഞാൻ അവിടെ പറവാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, എൻ്റെ പപ്പ ജീവനോടുണ്ടായിരുന്നു. എൻ്റെ മമ്മിയുടെ സാക്ഷ്യവും ആസാദിയിൽ ഉണ്ട് കേട്ടോ. മമ്മിയും ഞാനും കൂടി ഇരുന്ന് പറഞ്ഞ സാക്ഷ്യം, എൻ്റെ പപ്പയുടെ ജീവിതാനുഭവങ്ങൾ, മമ്മിയുടെ ജീവിതാനുഭവങ്ങൾ. അപ്പം എൻ്റെ മമ്മി, പപ്പ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ മമ്മിയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ പപ്പ ഹോസ്പിറ്റലൈസ്ഡായി. അടുത്ത 3 മാസം പപ്പ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ പപ്പ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡാണ്. മമ്മി ഇത്രയുമേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ എൻ്റെ കുഞ്ഞിന് ഒരു പപ്പയെന്ന് വിളിക്കാൻ ഒരാൾ വേണം, ജീവനോട് തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. എനിക്കല്ലാതെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം പപ്പയുടെ കണ്ടീഷൻ അതായിരുന്നു. പപ്പയ്ക്ക് ഒരു വിരൽ പോലും ചലിക്കില്ലായിരുന്നു പ്രിയമുള്ളവരെ. എ റെയർ കൈൻഡ് ഓഫ് പോളിയോ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സാധാരണ പോളിയോ കൊച്ചു പിള്ളേർക്കാണ് വരുന്നത്. പക്ഷേ പപ്പയുടെ പോളിയോ പ്രായമുള്ളവർക്ക് വരുന്ന, ലോകത്തിൽ തന്നെ വിരളിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം വരുന്ന എ റെയർ കൈൻഡ് ഓഫ് പോളിയോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്കറിയില്ല, അന്നത്തെ കാലത്ത് വൈദ്യശാസ്ത്രമൊക്കെ അത്രയും ഒന്നും ഡെവലപ്ഡ് അല്ല. എന്തായാലും ഇത്രയും നമുക്കറിയാം. പപ്പായെ അഡ്മിറ്റ് ചെയ്ത കങ്ങഴ ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ പപ്പായ്ക്ക് കൊടുത്തു. ആ ഇഞ്ചക്ഷനോട് കൂടെ പപ്പ കഴുത്തിന് താഴോട്ട് പൂർണ്ണമായി തളർന്നു പോവുകയാണ്.
അവിടെ നിന്ന് മരിച്ചു എന്ന കണ്ടീഷനിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. ചുരുക്കി പറഞ്ഞാൽ മമ്മിയുടെ അടുക്കൽ വന്നിട്ട് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തി മമ്മിയുടെ അടുക്കൽ വന്നിട്ട് മമ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം നാട്ടിലെല്ലാം വാർത്തയെത്തി പപ്പ മരിച്ചുപോയെന്ന്. അമ്മച്ചി ഞങ്ങളുടെ നാട്ടിലെ ആ ചെറിയ ഗ്രാമത്തിലെ ആ കവല അവിടെയുള്ള കടയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ കടയിലിരുന്ന ആളുകൾ പറയുന്നു ഇന്നാരും മരിച്ചുപോയെന്ന്. അവിടുന്ന് സാധനം വാങ്ങിക്കാതെ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ അനിയത്തി ഓടി വീട്ടിൽ വന്ന് പൂർണ്ണ ഗർഭവതിയായ എൻ്റെ മമ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മമ്മിക്ക് മനസ്സിലായില്ല എന്തിനാ കരയുന്നതെന്ന്. അതായിരുന്നു സിറ്റുവേഷൻ. മമ്മിയുടെ പ്രാർത്ഥന ഇത്രയും ഉള്ളായിരുന്നു, എനിക്ക് ജീവനോട് തരണം. നടക്കണമെന്നോ എഴുന്നേക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല, പക്ഷേ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇതാണ് അപ്പനെന്ന് പറയാൻ കാണിക്കുവാൻ ജീവനോട് തന്നാൽ ഞാൻ നോക്കിക്കോളാം. ഇതായിരുന്നു ജീവിതാനുഭവം പ്രിയമുള്ളവരെ. അപ്പോൾ എൻ്റെ ചെറിയ പ്രായം മുതലേ പപ്പായുടെ ഒരു ആരോഗ്യസ്ഥിതി അതായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ പപ്പായെ കർത്താവ് വിടുവിച്ചു. ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന പപ്പ തനിയെ ആ രോഗക്കിടക്കയിൽ കടന്നുകൊണ്ടെടുത്തു. 13-ാമത്തെ ദിവസം പപ്പ തനിയെ എഴുന്നേറ്റ് നടന്നു. പിന്നെ കുറേ ചരിത്രമുണ്ട് ഈ സെഷനിൽ, നമുക്കതെല്ലാം പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ചെറിയ പ്രായങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ള പപ്പ ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുന്ന പപ്പയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു, പപ്പ ജീവനോടുണ്ടോ? ഉണ്ട്. പക്ഷേ പപ്പയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളൊന്നും പപ്പയോട് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പപ്പ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. പപ്പയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പപ്പയ്ക്ക് എന്തെങ്കിലും എൻ്റെ നീഡ് പരിഹരിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ പ്രായം മുതൽ ഞാൻ ആ ഒരു ഫീലിങ്ങിലാണ് വളർന്നത്. പപ്പയുണ്ടോ? ഉണ്ട്. എന്നാൽ പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞത് എൻ്റെ പിതാവിനെ കുറിച്ചുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ പപ്പ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരോ പപ്പയ്ക്കൊരു പുസ്തകം കൊടുത്തു. ആശ്വസിപ്പിക്കുന്നൊരു പുസ്തകമാണ് അല്ലേ. ഇവിടെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത പറഞ്ഞു. എല്ലാവരും ഒരേ വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് പരസ്പരം ആശ്വസിപ്പിക്കുവാൻ കഴിയും, പരസ്പരം ബലപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ ആരോ എൻ്റെ പപ്പായെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഒരു പുസ്തകം കൊടുത്തു. ആ പുസ്തകം മേ ക്യൂലി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരി എഴുതിയ ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പാർട്ട്നേഴ്സ് ഇൻ പെയിൻ എന്നാണ്. പാർട്ട്നേഴ്സ് ഇൻ പെയിൻ, വേദനയിൽ പങ്കാളികൾ, പാർട്ട്നേഴ്സ് ഇൻ പെയിൻ. ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം, ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അല്പം വ്യത്യാസമുള്ളതാണെങ്കിലും ഞാൻ ആ ടൈറ്റിൽ എടുത്ത് നിങ്ങളോട് പറയുകയാണ്, യു ഓൾ ആർ പാർട്ട്നേഴ്സ് ഇൻ പെയിൻ. ഒരേ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ആ വേദന നിങ്ങളെ പങ്കിടുവാനിടയായി തീർന്നു. ഫേബയുടെ ആ ഒരു ടെസ്റ്റ് മണിക്ക് ഇടയ്ക്ക് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് റെഫർ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ആരോ ഒരു പുസ്തകം ഗിഫ്റ്റ് ചെയ്തു. ആ പുസ്തകത്തിനകത്ത് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പെയിൻ, വേദനകൾ മറ്റുള്ളവരുടെ ബ്ലെസ്സിങ് ആക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. ഈ മേക്കൂലി ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ആർത്രൈറ്റീസ് പിടിച്ചിട്ട് വിരലുകളൊക്കെ ചുരുണ്ട് മടങ്ങിപ്പോയി കേട്ടോ. നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ വളരെ കൈകാലുകളൊക്കെ ആർത്രൈറ്റീസിൻ്റെ ആ ഒരു അതികഠിനമാകുന്ന ഒരവസ്ഥ കൊണ്ട് വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഈ സ്ത്രീ, പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞാൽ അവരുടെ ഈ ചുരുണ്ട വിരലുകളുടെ ഇടയിലേക്ക് മറ്റാരുടെയെങ്കിലും കൈ ഒന്ന് കോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ ബന്ധപ്പെട്ട് ആ ചുരുണ്ട വിരലുകളുടെ ഇടയിലേക്ക് മറ്റാരുടെയെങ്കിലും കൈ പിടിച്ച് ഇവരൊന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അൺയൂഷ്വൽ പീസ് ആ വ്യക്തിയുടെ അകത്ത് നിറയുമായിരുന്നു. ഇവരുടെ ചുരുണ്ട വിരലുകൾക്കിടയിലേക്ക് ആരുടെയെങ്കിലും കൈ ഇവരൊന്ന് പിടിച്ച് ആ വിരലുകളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരു ഹീലിംഗ് വ്യാപരിക്കുമായിരുന്നു. മേക്കൂലിക്ക് ഹീലിംഗ് ഉണ്ടോ? ഇല്ല. അവരുടെ വിരൽ ചുരുണ്ടിരിക്കുക. പക്ഷേ ആ ചുരുണ്ട വിരലുകൾ ആരെങ്കിലും തൊട്ട് കഴിയുമ്പോൾ അത് ഒരു അൺയൂഷ്വൽ ഹീലിംഗ് അവരുടെ മേൽ പകരുമായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം ഇതാണ് പ്രിയമുള്ളവരെ. അവർ പറയുന്നത്, എൻ്റെ വേദനകൾ മറ്റുള്ളവരുടെ സൗഖ്യമായി മാറുകയാണ്. പലപ്പോഴും അങ്ങനെ കേട്ടോ, നമ്മുടെ വേദനകൾ
നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി മാറുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസും അങ്ങനെയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത് ഞങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്നു. ജീവിതം, ക്രിസ്തീയ ജീവിതം അപ്രകാരമുള്ളതാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ചില വേദനകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പിതാവിൻ്റെ രോഗം, ആ ജീവിതാനുഭവങ്ങൾ, എൻ്റെ കുട്ടിക്കാലം, അതൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ രൂപപ്പെടുത്തിയ ഒരു തീച്ചൂളയാണ്. ദൈവം എന്നെ വറുത്തെടുത്ത ആ വറചട്ടി, അല്ലെങ്കിൽ ദൈവം എന്നെ ഉരുക്കുവാൻ ഉപയോഗിച്ച മൂശയാണ് എൻ്റെ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങൾ. ആ തീയിലാണ് സത്യത്തിൽ കർത്താവ് എന്നെ ചുട്ടെടുത്തത്. ഇന്നെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീക ശുശ്രൂഷയിൽ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ അനുഭവിച്ച ചൂടിനേക്കാൾ അപ്പുറമായി എൻ്റെ പിതാവ് കൊണ്ട വെയിലാണ്, എൻ്റെ പിതാവ് കൊണ്ട ചൂടാണ്. എൻ്റെ പിതാവാണ് അതിന് വിറകായി മാറിയത്. അവിടെയാണ് ഞാൻ കത്തിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളൊക്കെ അനുഭവിക്കുന്നതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. നമ്മളൊക്കെ കൊണ്ട വെയിലിന്, നമ്മളൊക്കെ കത്തിയ ആ തീക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ്. അത് ദൈവരാജ്യത്തിൽ അനേകരെ ഒരുക്കുവാൻ, അനേകരെ പണിവാൻ കാരണമായിത്തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഫേവഡിയ പ്രോഗ്രാമിന് ഞാൻ ആ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞ്, ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫേബ എന്നോട് പാസ്റ്ററുകളെ എനിക്ക് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇട്ട് തരണം. ഞാൻ പെട്ടെന്ന് കുറേ തപ്പി നോക്കിയിട്ടും പുസ്തകം കണ്ടില്ല. അപ്പം ഞാനോടത്ത് അയ്യോ, ആ പുസ്തകത്തിൻ്റെ കാര്യം മെൻഷൻ ചെയ്തു, പുസ്തകം ഇപ്പോൾ എനിക്ക് ടൈറ്റിൽ ഓർക്കാൻ പറ്റുന്നില്ല. എന്തായാലും കർത്താവിൻ്റെ കൃപയിൽ ഈ കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ റെനോവേഷൻ വർക്ക് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രെയർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ചർച്ചിൻ്റെ പ്രെയർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. താഴെ മറ്റേ റൂമിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം അവിടെ ഉള്ള പുസ്തകങ്ങളും സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത കൂട്ടത്തിൽ പുസ്തകങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ കൂട്ടത്തിൽ ഈ പുസ്തകം പിന്നെയും പൊങ്ങി വന്നു. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി ആയിരിക്കും ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നത്. സോ പാർട്ട്നേഴ്സ് ഇൻ പെയിൻ, നമുക്ക് വേദനയിൽ പങ്കാളികളാകാം, ഒന്നിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ, ദൈവിക അനുഗ്രഹത്തിന് കാരണമായിത്തീരും. സാൻഡി പത്മോസിലുള്ള യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യം പറയണമെന്ന് മനസ്സിൽ ചിന്തിച്ചു, എന്നാൽ സാൻഡി പറഞ്ഞ ആ വിഷയമായിട്ട് ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജീവനുള്ളൊരു പ്രത്യാശയെക്കുറിച്ച് 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായിട്ട്. ആ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ലിവിങ് ഹോപ്പ് എന്നാണ് ആ പദം അവിടെ. ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. എന്താ ഈ ജീവനുള്ള പ്രത്യാശ എന്നൊക്കെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് സാൻഡി പറഞ്ഞ ആ പത്മോസിലെ ഏകാന്തതയിലേക്ക്, ആ പത്മോസ് അനുഭവത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോകാം. നിങ്ങൾക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ പത്മോസ് അനുഭവം. യോഹന്നാൻ നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാൻ ഒറ്റപ്പെടലിലാണ്. യോഹന്നാന് വലിയ ആകുലതകളുണ്ട് കേട്ടോ. യോഹന്നാന് വലിയ ആകുലതകളുണ്ട്. കാരണം അപ്പോസ്തലനാണ്, യേശുവിൻ്റെ ശിഷ്യനാണ്. എഫെസോസ് സഭയുടെ എൽഡർ അല്ലെങ്കിൽ ബിഷപ്പ് അല്ലെങ്കിൽ മൂപ്പനായിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. എഫെസോസ് സഭയുടെ മൂപ്പനായിരിക്കുമ്പോൾ യോഹന്നാൻ്റെ ആകുലത അവനെക്കുറിച്ചല്ല, അവൻ്റെ ഏകാന്തതയെക്കുറിച്ചല്ല. യോഹന്നാൻ്റെ ആകുലത മുഴുവൻ അന്ന് കർത്തൃദിവസത്തിൽ പത്മോസിൽ മുട്ടുമടക്കിയപ്പോൾ, അന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ, അവൻ പ്രാർത്ഥനയ്ക്കായി ആ ഊഷരമാകുന്ന പത്മോസ് ദ്വീപിൽ മുട്ടുമടക്കിയപ്പോൾ അവൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയായിരിക്കാം കടന്നുപോയത് നിങ്ങൾക്കറിയാമോ? അവൻ്റെ മനസ്സിലൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ കേട്ടിട്ടുണ്ട് യേശു കർത്താവ് പറഞ്ഞത്. എന്താ യേശു പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യോഹന്നാൻ ഒരു വലിയ ചോദ്യം, കർത്താവേ ഇപ്പം നോക്ക് സഭയുടെ അവസ്ഥ എന്താ? ഇപ്പം നോക്ക് എൻ്റെ ജീവിത സാഹചര്യം എന്താ? വാഗ്ദത്തം ഒരിടത്ത് കിടക്കുന്നു, റിയാലിറ്റി മറ്റൊന്ന്, അല്ലേ? സം ടൈം നമ്മളും ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളെ ഫേസ് ചെയ്യും. ഒരു ഭാഗത്ത് പ്രോമിസസ്, വേറൊരു ഭാഗത്ത് പ്രാക്ടിക്കൽ ലൈഫിൽ
ഈ പ്രോമിസസ് അല്ല കാണുന്നത്. സംടൈം വി മേ സീ എംപ്റ്റിനെസ്, സംടൈം വി മേ ഫീൽ ലോൺലിനെസ്. അല്ലേ? ശരിയല്ലേ? രണ്ട് ഭാഗമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ചർച്ചിൽ ഈ മെസ്സേജ് എടുത്ത എഫേസ്യ ലേഖനത്തിൽ നിന്ന് മെസ്സേജ് എടുത്തു. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇത് നിമിത്തം ഹല്ലേലൂയ ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. ആ വാക്യം കണ്ടിട്ടില്ലേ? എന്തൊരു പവർഫുൾ വാക്യമാണെന്നറിയാമോ? ചില വാക്യം അങ്ങനെ കേട്ടോ, നമ്മളങ്ങോട്ട് ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ അയ്യോ ഭയങ്കര പവർ അതിനകത്ത്. ഇത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. പൗലോസ് പറയുക, ഞാനൊന്ന് മുഴങ്കാലിൽ ഇരിക്കാൻ പോവുക കേട്ടോ. ആർ യു ലിസണിങ് മീ? ഞാനൊന്ന് മുഴങ്കാലിൽ ഇരിക്കാൻ പോവാന്ന്. നിങ്ങൾക്കും പറയാൻ പറ്റും, കർത്താവ് ഞാൻ 2 ദിവസം ഒന്ന് മുഴങ്കാലിൽ ഇരിക്കാൻ പോവുക. മുഴങ്കാൽ മടക്കുന്നു. പൗലോസ് പറയുക, ആരാ പറയുന്നത്? പൗലോസ് പറയുക, ഇത് നിമിത്തം ഞാൻ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നു. അപ്പോൾ ഈ മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കും, ഇതൊരു അറ്റകൈ പ്രയോഗമാണ്. ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി, നിന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഇതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. നിലത്തിറങ്ങിയിട്ട് മുട്ടയെ കുത്തിയിട്ട് പറഞ്ഞ്, കർത്താവേ ദേ ഞാനിവിടെ മുട്ടുകുത്തിയിരിക്കുക. ഞാൻ നിൻ്റെ മുമ്പിൽ ഒന്നാമത് മുട്ടുകുത്തുമ്പോൾ ഞാൻ കീഴടങ്ങിയിരിക്കുക, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുക. രണ്ടാമത് നിൻ്റെ മുമ്പിൽ ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുക. ഇനി ഞാനൊന്നുമല്ല, ഞാൻ മുട്ടുകുത്തി കർത്താവേ. ഹല്ലേലൂയ. പൗലോസ് പറയെ, ഇത് നിമിത്തം ഞാൻ മുഴങ്കാൽ മടക്കുന്നു, ഞാൻ മുട്ടുകുത്തുന്നു. ഏത് നിമിത്തം? അതിൻ്റെ മേളിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത ഈ വാക്യം കേട്ടോ, ഇത് നിമിത്തം എന്ന് ദെയർഫോർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നിമിത്തമെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളത്തെ വാക്യം എന്താണെന്ന് നമ്മൾ വായിച്ചു നോക്കണം. മേളിൽ പൗലോസ് പറയുന്നത്, എനിക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിങ്ങൾ ഇടറിപ്പോകരുത്. അതെന്താ പരിപാടിയാ? എനിക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ ഞാൻ ഇടറിപ്പോകല്ലെന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിങ്ങൾ ഇടറിപ്പോകല്ലെന്നല്ലേ പറയേണ്ടത്? പൗലോസ് പറയുന്നത് അങ്ങനെയല്ല, എനിക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിങ്ങൾ ഇടറിപ്പോകുമോ, അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പൗലോസ് ഉപദേശിക്ക് ഭയങ്കര കഷ്ടതയാണ് കേട്ടോ. വിശ്വാസികൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് വിശ്വാസികൾ ക്ഷീണിക്കരുത്. വിശ്വാസികൾ പറയല്ലേ, ഞങ്ങളുടെ ഉപദേശിക്ക് പോലും കഷ്ടമാണ്, പിന്നെ ഈ കർത്താവിനെ പിൻപറ്റിയിട്ട് എന്താ കാര്യം എന്ന് പറയരുത്. ഹല്ലേലൂയ. പൗലോസ് പറയാ, എനിക്കുണ്ടാകുന്ന കഷ്ടങ്ങളിൽ നിങ്ങൾ ഇടറിപ്പോകരുത്. അടുത്തതായിട്ട് പറയാം, ഇത് നിമിത്തം ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു തരാം. തിയറി എന്താണെന്നറിയാമോ? തിയറി പൗലോസ് പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആളവാറ്റ ശക്തി. ഇത് തിയറിയാ കേട്ടോ. എവിടെ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തിയറി പറഞ്ഞു, നമുക്ക് വേണ്ടി ഭയങ്കര ദൈവശക്തിയാണ് വ്യാപരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. തിയറി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. തിയറി എന്താ? തിയറി യേശുക്രിസ്തു സൗഖ്യദായകൻ, തിയറി സമാധാനം നൽകുന്നവൻ, തിയറി നമുക്ക് കിട്ടിയ എല്ലാ വാഗ്ദത്തങ്ങളും. നിങ്ങൾക്കൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങളില്ലേ? നമുക്കൊക്കെ ഒത്തിരി വാഗ്ദത്തങ്ങളില്ലേ? നമ്മുടെ പ്രിയമുള്ളവർ ലോകത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക, ആ വാഗ്ദത്തങ്ങൾ എവിടെ? ഇതൊക്കെ തിയറിയാ കേട്ടോ. പ്രാക്ടിക്കൽ എന്താ? പ്രാക്ടിക്കൽ പൗലോസ് പറഞ്ഞു, ഞാൻ സഫർ ചെയ്യുന്നു. ഇനി ഇതിനെ രണ്ടിനെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം. പൗലോസ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ തിയറി ജീവിതത്തിൽ പ്രാക്ടിക്കലായി മാറണമെങ്കിൽ, യേശുക്രിസ്തു സൗഖ്യദായകനാണ്, യേശുക്രിസ്തു വിടുവിക്കുന്നവനാണെന്ന തിയറി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി മാറണമെങ്കിൽ പൗലോസ് പറയാണ്, അതിനുവേണ്ടി ഞാൻ മുഴങ്കാലിൽ ഇരിക്കാൻ പോവുക. തിയറി ഓട്ടോമാറ്റിക് പ്രാക്ടിക്കൽ ആകത്തില്ല കേട്ടോ. 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷകളും നിങ്ങളുടെ ജീവിതത്തിലെ തിയറിയെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള ലബോറട്ടറിയാണ്. നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ലാബ് സെക്ഷൻസ് ഉണ്ടായിരുന്നല്ലേ? പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസിന് ലാബില്ലേ, ലബോറട്ടറി ഇല്ലേ? കെമിസ്ട്രിക്കും ഫിസിക്സിനും ബയോളജിക്കും ഒക്കെ പണ്ട് നമുക്ക് ലാബ് സെക്ഷൻ ഉണ്ടായിരുന്നു. തിയറി ഉണ്ടോ? ലബോറട്ടറി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. കെമിസ്ട്രി ലാബിൻ്റെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു കെമിക്കൽസിൻ്റെ മണമൊക്കെ അതൊരു ഭയങ്കര ഗ്രഹാതുരത്വമുള്ള ഒരു ഓർമ്മയാണ് അല്ലേ? നമ്മുടെയൊക്കെ കോളേജ് കാലത്തിൻ്റെ ഒരു ഓർമ്മ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക പ്രിയമുള്ളവരെ, ആ ലാബറട്ടറിക്കകത്താണ് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ തെളിയിക്കപ്പെടുന്നത്.
ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ ലാബറട്ടറിയാണ് കേട്ടോ. നിങ്ങൾ പഠിച്ച തിയറിയെ പ്രാക്ടിക്കലി തെളിയിക്കുന്ന ലാബറട്ടറിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പൗലോസ് ചെയ്തതുപോലെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ, നിങ്ങളിൽ ഓരോരുത്തരും ജീവിതത്തിലെ പ്രാക്ടിക്കൽ സെക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. യോഹന്നാൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. യോഹന്നാൻ്റെ അവസ്ഥ എന്താ? തിയറി എന്താ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പ്രാക്ടിക്കലി എന്തോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റിയൽ ലൈഫിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സഭയെ എടുത്തിട്ട് റോമാ ചക്രവർത്തിയും പിന്നെ വിരോധികളും എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുന്നു. യോഹന്നാനെ പിടിച്ച് പത്മോസിലേക്ക് നാട് കടത്തിയിരിക്കുന്നു. ഇപ്പോൾ ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ടാകാമല്ലേ? യോഹന്നാൻ എന്ത് ചോദിക്കും? യോഹൻ ചോദിക്കും, കർത്താവ് ഇതാണോ നീ പറഞ്ഞത്? ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. ഇതാണോ നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ സഭയുടെ അവസ്ഥ എന്താ? സഭയെ ഓടിച്ചിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. സഭയെ തകർത്തെറിയാൻ ശത്രു ശ്രമിച്ചു കൊണ്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആർ യു ലിസണിങ് മീ? തിയറി ഒരിടത്ത് കിടക്കുന്നു, റിയാലിറ്റി മറ്റൊരിടത്ത് കിടക്കുന്നു. നിങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വേളയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ റിയാലിറ്റി ഞാൻ പഠിച്ച തിയറി അല്ലല്ലോ. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, യോഹന്നാൻ അന്ന് പത്മോസിൽ മുട്ടുമടക്കിയപ്പോൾ അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ ചോദ്യങ്ങൾ, അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ അവൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഭാവനയെ കാണാം, ഇമാജിൻ ചെയ്യാം. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല കേട്ടോ. വേദപുസ്തകത്തിൽ ഒറ്റ വാചകം കൊണ്ട് തീർത്തിരിക്കുക, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. പക്ഷെ ആ ആത്മവിവശതയ്ക്ക് മുൻപേ അവൻ അനുഭവിച്ച ഹൃദയവേദന, ആ ആത്മവിവശതയ്ക്ക് മുമ്പേ അവൻ ചോദിച്ച ചോദ്യങ്ങൾ, ആ ആത്മവിവശതയ്ക്ക് മുമ്പേ അവൻ ഞരങ്ങിയ ഞരക്കങ്ങൾ, ആ ആത്മവിവശതയ്ക്ക് മുമ്പേ അവൻ്റെ മുഴങ്കാലിൽ, അവൻ്റെ കണ്ണുകളിൽ ഒഴുകിയ കണ്ണുനീരിനെ കുറിച്ച് അവിടെ വിവരിച്ചിട്ടില്ല. പക്ഷെ നമുക്കത് ഊഹിക്കാൻ പറ്റും. ഇന്ന് ഈ സന്ധിയിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അൺയൂഷ്വൽ എൻകൗണ്ടർ, ആ ആത്മവിവശതയുടെ അനുഭവങ്ങൾക്ക് മുമ്പേ ഒരുപക്ഷെ ചോദ്യങ്ങളും നിരാശകളും കണ്ണുനീരും ഹല്ലേലൂയ പ്രാർത്ഥനകളും ഞരക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെയായിട്ട് കടന്നു പോകുന്ന ഒരു വേളയുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഹല്ലേലൂയ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ആ ഒറ്റ സെൻറ്റൻസ് എന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചാണ്, കർത്താവേ, ഞാൻ മൂപ്പനായിരിക്കുന്ന, ഞാൻ ഇടയനായിരിക്കുന്ന എഫെസോസ് സഭയുടെ അവസ്ഥ എന്താ? അയ്യോ, എന്നെ പിടിച്ച് നാട് കടത്തി, എൻ്റെ കാര്യം പോട്ട് കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ കാര്യം പോട്ട്. പക്ഷെ എൻ്റെ സഭ, ഞാൻ ശുശ്രൂഷിച്ച ദേശം എഫെസോസ് മാത്രമല്ല, ലോകവ്യാപകമായി ചിതറിക്കിടക്കുന്ന, ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരുടെ സഭകൾ, പീഡിപ്പിക്കപ്പെടുന്ന സഭകൾ, എന്താ അവരുടെ ഭാവി? നീ എന്നാ മടങ്ങി വരുന്നത്? ഈ കഷ്ടത എത്ര നാൾ? ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടാകാം. വാഗ്ദത്തങ്ങൾ എവിടെ? നീ പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ഈ കഷ്ടങ്ങളൊന്നുമില്ലായിരുന്നല്ലോ. അല്ല എങ്കിൽ ഹല്ലേലൂയ, നീ പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കത്തില്ലെന്നല്ലേ? പക്ഷെ ദേ ഇപ്പോൾ പല മേഖലയിൽ ജയിച്ചു നിൽക്കുന്നു. യോഹന്നാന് തന്നെ തോന്നിയിട്ടുണ്ടാകാം താൻ പരാജയപ്പെട്ടെന്ന്. നിങ്ങൾക്കും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടാകാം ഞാനൊരു പരാജയമാണെന്ന്. പിശാച് നിങ്ങളുടെ ചെവി വന്നിട്ട് പറയും നീ ഒരു പരാജയമാണെന്ന്. ഹല്ലേലൂയ. ഇല്ല പ്രിയ ദൈവവേദലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഠിനമാകുന്ന വ്യഥയും അനുഭവങ്ങളും ഒന്നും നിങ്ങളുടെ പരാജയത്തിൻ്റെ തെളിവല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം ദൈവം പരാജയപ്പെട്ടെന്നല്ല. പിശാച് പറയും ദൈവം നിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടെന്ന്. ഇറ്റ്സ് എ ലൈ ഓഫ് ഡെവിൾ. അത് പിശാച് പറയുന്ന കള്ളത്തരമാണ്. അതിനെ വിശ്വസിക്കല്ലേ. ഹല്ലേലൂയ. പരാജയമല്ല, ദൈവം പരാജയപ്പെട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടില്ല. ഈ പത്മോസ് നിന്റെ പരാജയമല്ല, ഈ പത്മോസ് നിന്റെ പരാജയമല്ല. ഹല്ലേലൂയ. നമുക്ക് തോന്നും അത് പരാജയമാണെന്ന്. താങ്ക് യു ജീസസ്. ഈ വേദനയോട് കൂടി ഇരിക്കുന്ന യോഹന്നാന്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് കർത്താവ് ആദ്യം പറയുന്ന സെന്റൻസ് എന്താണെന്നറിയാമോ?
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, 1-ാം അധ്യായത്തിൽ, താങ്ക് യു ജീസസ്, 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, 1 സെക്കൻഡ് പ്രിയോടുകൂടി, ഇതാ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു വചനം അവിടെയുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. റെഫറൻസ് ഒന്ന് പറഞ്ഞത്, റെഫറൻസ് ഒന്ന് പറഞ്ഞു. 1:18 17 മുതൽ വായിക്കുമ്പോൾ, ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു, അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. എല്ലാവരും പറഞ്ഞിട്ട്, വലം കൈ എൻ്റെ മേൽ വെച്ചു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണത് കേട്ടോ. കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വലം കൈ നിങ്ങളുടെ മേലൊന്ന് ഇറങ്ങി വരട്ടെ. ആക്ച്വലി കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ ചർച്ചിൽ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷേ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ചർച്ചയിൽ പറഞ്ഞു, നെക്സ്റ്റ് സൺഡേയോ മറ്റൊരു അവസരത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന്, മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ ഞങ്ങളുടെ ചർച്ചക്കാരോട് വാക്ക് കൊടുത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവാത്മാവിനോട് സംസാരിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ കൈ നമ്മുടെ മേൽ വന്നാൽ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ദാവീദ് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, 28-ാം അധ്യായത്തിൽ. ശലോമോൻ ആലയം പണിയാനുള്ള സകല മോഡൽ മാതൃക ദാവീദ് വരച്ചു വെച്ചെന്ന. കഴിഞ്ഞ ദിവസം ആ വചനം പഠിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് ശലോമോൻ തൻ്റെ ബുദ്ധിയിൽ ആലയം പണിതെന്ന. പലപ്പോഴും ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ശലോമോന് നല്ല ബുദ്ധി ദൈവം കൊടുത്ത് ആലയത്തിൻ്റെ ഡിസൈനൊക്കെ പുള്ളിയാണ് ചെയ്തതെന്ന്. പക്ഷേ ഇതതിൻ്റെ കുഴപ്പം, വേദവസം കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല പ്രസംഗങ്ങളും പഴയ പ്രസംഗങ്ങളും അബദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ അത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. പണ്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, ശലോമോൻ്റെ ബുദ്ധി കൊണ്ട് ശലോമോൻ ആലയം പണിതെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം, ഹല്ലേലൂയ, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ, 28-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ, ഹല്ലേലൂയ, എനിക്കൊരു കാര്യം മനസ്സിലായി. 19-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തം 28:19. ഇവയെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. നിങ്ങൾ ഈ വാക്യം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ദാവീദ് പറയുക, ഈ ആലയം പണിയാനുള്ള സകല കാര്യം യഹോവ തൻ്റെ കൈകൊണ്ട് എഴുതി എന്നെ. ഈ വാക്യം വായിച്ചത് എനിക്ക് ഭയങ്കര റെവലേഷൻ ആയിരുന്നു. വേദോസത്തിൻ്റെ ഗുണം അതാ കേട്ടോ. വചനത്തിനകത്ത് ഭയങ്കര വചനവെളിപ്പാടുണ്ട്. അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി, ശലോമോൻ പണിതതൊക്കെ വെളിപ്പാടിലാണ് പണിതത്. വെളിപ്പാട് കണ്ടത് അവനല്ല, വെളിപ്പാട് കണ്ടത് ദാവീദാ. ഉദാഹരണം പറഞ്ഞാലേ, മോശ പർവ്വതത്തിൽ കണ്ട മാതൃക അനുസരിച്ച് ബസലിയാവും ഒഹോലിയാവും ബസലേലും പണിതതുപോലെ ബസലേലും ഒഹോലിയാവും കണ്ടില്ല. അവർ മോശ പറഞ്ഞ മാതൃക വെച്ചങ്ങ് പണിയുക. അവർ ബുദ്ധി കൊണ്ടാണ് പണിതത്. പക്ഷെ ബുദ്ധിയുടെ പിന്നിൽ മോശ കണ്ട വെളിപ്പാടുണ്ട്. ശലോമോൻ ബുദ്ധി കൊണ്ടാണ് പണിതത്. പക്ഷെ ബുദ്ധിയുടെ പിന്നിൽ ദാവീദ് കണ്ട വെളിപ്പാടുണ്ട്. ദൈവാത്മാവ് കഴിഞ്ഞ ആഴ്ച എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നമുക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും, ബുദ്ധി വേണം കേട്ടോ, നന്നായി പണിയാൻ ബുദ്ധി വേണം. പക്ഷേ ആ ബുദ്ധിയല്ല, ആ ബുദ്ധി എന്തിനു വേണ്ടിയാ വേണ്ടതെന്നറിയാമോ? ദൈവം തന്ന വെളിപ്പാടിനനുസരിച്ച് പണിയാനാണ് വേണ്ടത്. ഹല്ലേലൂയ. ഈ വാക്യം വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വാക്യമാണിത്. 1 ദിനവൃത്താന്തം 28:19. ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ കൈകൊണ്ട് എനിക്ക് എഴുതി തന്നെന്നാണ് ദാവീദ് പറയുന്നത്. എന്തോ കാര്യം നിങ്ങൾക്കറിയാമോ? ഇത് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിലേ ഈ 1 ദിനവൃത്താന്തം 28:11 മുതൽ വായിക്കണം. പിന്നീട് ദാവീദ് തൻ്റെ മകനായ ശലോമോന് ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളിക മുറികൾ, അറകൾ, കൃപാസനഗ്രഹം എന്നിവയുടെ മാതൃക കൊടുത്തു. ഹലോ, നിങ്ങൾ ഈ വചനം വായിച്ചിട്ടുണ്ടോ?
ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ചത് ശലോമോനെ ഇതെല്ലാം ഡിസൈൻ, ഇന്ന് വരെ പ്രസംഗിച്ചത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ആഴ്ച മനസ്സിലായി എൻ്റെ പ്രസംഗം തെറ്റായിരുന്നു. അങ്ങനല്ല, ഡിസൈൻ മുഴുവൻ ദാവീദ് വരച്ചു വെച്ചു. നിങ്ങൾ കണ്ടിട്ടില്ല ഈ ശലോമോൻ്റെ ആലയത്തിൽ എന്താ പറയുന്നത്, ആ കൃപാസനത്തിന് മേൽ കെരൂബുകൾ, പിന്നെ അല്ലേ ഒത്തിരി അവിടെ 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 ഈ ആർട്ടിഫാക്ട്സ് ഉണ്ട് അവിടെ. അതെല്ലാം ഉണ്ടല്ലോ ദൈവം വെളിപ്പെടുത്തിയതാ, ശലോമോൻ്റെ ബുദ്ധി കൊണ്ട് പണിതതല്ല. ദാവീദ് ഇത് മുഴുവൻ മാതൃക വരച്ചു കൊടുത്തത്. ദാവീദ് എങ്ങനെ മാതൃക വരച്ചത്? ദാവീദ് പറയുന്നു ദൈവം ഇതെല്ലാം ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു. അതൊന്നുകൂടെ മനസ്സിലാക്കണമെങ്കിലേ അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കണം. പല ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. എവരി പാർട്ട് ഓഫ് ദിസ് പ്ലാൻ David told Solomon was given to me in writing from the hand of the Lord. ഈ പ്ലാൻ മുഴുവൻ കർത്താവ് തൻ്റെ കൈ കൊണ്ട് എഴുതി എനിക്ക് തന്നതാന്ന്. ദാവീദിന് ഭയങ്കര വെളിപ്പാടായിരുന്നു കേട്ടോ. ഇനി അതിലും വ്യത്യസ്തമാകുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്, അതായത് NIV. All this David said I have in writing as a result of the Lord's hand on me. Hallelujah. And he enabled me to understand all the details of the plan. ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ടാണ് ഞാൻ ഈ പ്ലാൻ വരച്ചത്. ഇത് ഞാൻ ചുമ്മാതെ വരച്ച പ്ലാൻ അല്ല, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഇറങ്ങി വന്നു. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്മോസിൽ ഇരുന്ന യോഹന്നാൻ്റെ മേൽ ഒരു കൈ, വലത് കൈ, അവൻ്റെ വലത് കൈ ഇറങ്ങി വന്നിട്ട് ഒന്ന് തൊട്ടതുപോലെ ആ കൈ ഇന്ന് ഈ സന്ധ്യയിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങളെ ഒന്ന് എനേബിൾ ചെയ്യട്ടെ. എന്തിനു വേണ്ടി എനേബിൾ ചെയ്യേണ്ടത്? ടു അണ്ടർസ്റ്റാൻഡ് ദ പ്ലാൻ ഓഫ് ദ ഗോഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ടല്ലേ. ഹലോ, യോഹന്നാൻ പത്മോസിൽ മുട്ടുമടക്കിയപ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം കൂട്ടിയാണ് കണ്ണുനീരോടുകൂടെ മുഴങ്കാൽ മടക്കിയത്. പക്ഷേ കരമിറങ്ങി വന്നിട്ട് യോഹന്നാനെ തൊട്ടിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, യോഹന്നാനെ നോക്ക്, ഞാൻ ജീവിക്കുന്നടാ. ഇത് പവർഫുൾ വേർഡാ കേട്ടോ. ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ ലുക്ക് ഐ ആം അലൈവ്, ഹല്ലേലൂയ, ബിഹോൾഡ്, കണ്ടാട്ടെ യോഹന്നാനെ ഒന്ന് നോക്കടാ, ഞാൻ വേണ്ടടാ, ജീവിക്കുന്നടാ. ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? എന്തിനാ കർത്താവ് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു വാക്കാണ്. നമ്മളൊരു പാട്ട് പാടും അല്ലേ? എനിക്കറിയില്ല സമയം പോയോന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നിങ്ങൾ സമയം പോയെങ്കിൽ ഒരു കൈ ഒന്ന് കാണിച്ചേക്കട്ടെ. കാരണം ഞാനിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടങ്ങിരിക്കും. പിന്നെ സാൻഡി ഇടയ്ക്ക് എന്നെ എന്താ പറഞ്ഞ കൺട്രോളൊക്കെ ചെയ്യും ഇടയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിർത്താതെ പോകുന്നൊരു സ്വഭാവക്കാരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊരു കൈയൊക്കെ ഒന്ന് പൊക്കി കാണിക്കണം, ഞങ്ങളുടെ സമയം പോയി പാസ്റ്റർ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ എഴുതിയ ഒരു വാചകമുണ്ട്. എന്താ യോഹന്നാൻ എഴുതിയെന്നറിയാമോ? 14-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവിച്ചാൽ മക്കളെ നിങ്ങളും ജീവിക്കുമെന്ന്. എടാ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറയാം ഞാൻ ജീവനോടുണ്ടെങ്കിൽ നീ പേടിക്കേണ്ടടാ എന്ന് പറഞ്ഞാൽ എന്തൊരു ഉറപ്പല്ലേ? ഇതാ യേശു നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്. എടാ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ നീ ജീവിക്കും. ഇപ്പം പത്മോസിൽ ഒറ്റയ്ക്കിരിക്കുന്ന യോഹന്നാൻ്റെ മേലൊരു കരമിറങ്ങി വന്ന് അവനെ ഒന്ന് തൊട്ടിട്ട് പറയുക, യോഹന്നാനെ നോക്കടാ, ഞാൻ ഇന്നും ജീവനോടുണ്ടടാ. പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ ജീവനോടുണ്ടെങ്കിൽ യോഹന്നാനെ നീയും ജീവിക്കും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഈ പത്മോസ് നിന്റെ അവസാനമല്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ സഭയുടെ ഇന്നത്തെ സിറ്റുവേഷൻ മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി, ഇന്ന് ഈ സന്ധ്യയിൽ ഒരു കരമിറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? You will be having a better understanding about God's plan in your life. Oh, are you listening me? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇന്നൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്ത ഒരറിവ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് നിറയുമെന്ന്.
പലവിധ പ്രശ്നങ്ങളായിരിക്കാം അല്ലേ. യു മേ ബി ഹാവിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങളുണ്ടാകാം. എന്തുകൊണ്ട് കർത്താവേ, എങ്ങനെ കർത്താവേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം നടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താന്ന്, ദൈവത്തിൻ്റെ ഡിവൈൻ പ്ലാൻ എന്താന്ന്, നിങ്ങളുടെ പെയിനിൽ ദൈവത്തിൻ്റെ ഡിവൈൻ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വെളിപ്പെടുമെന്ന് ദാവീദ് പറയാ, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഇറങ്ങി വന്നു. സോ he enabled me. അവൻ എന്നെ എനേബിൾ ചെയ്തു, അവൻ എന്നെ ശക്തീകരിച്ചു. എന്തിനു വേണ്ടി ശക്തീകരിച്ചു? അവൻ എന്നെ പ്രാപ്തനാക്കി, എനേബിൾ ചെയ്തു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരും നോക്കി ഇന്ന് ഈ സന്ധ്യയിൽ ഒരു ദൂത് പറയാം. നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ശലോമോൻ്റെ ആലയത്തിൽ വെച്ചിരിക്കുന്ന ഈ ഖരൂബ, ഈ മാതളപ്പഴം, ഇത് അല്ലേ, എന്തൊക്കെ സാധനങ്ങളാണ്. നമുക്ക് കൺഫ്യൂഷൻ വരും. കർത്താവ് ഇതൊക്കെ എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നു ദൈവമക്കളെ, നമുക്കത് മാനുഷിക ബുദ്ധി മനസ്സിലാകത്തില്ല. പക്ഷെ ദാവീദ് പറയുക, ദൈവത്തിൻ്റെ പ്ലാൻ എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ കരം എൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യു മേ ബി ബിവിൽഡേഡ്, യു മേ ബി കൺഫ്യൂസ്ഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കറിയില്ലായിരിക്കാം എങ്ങനെയാ ചില വിഷയങ്ങളെ നേരിടേണ്ടതെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നാൽ ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ആത്മാവിൽ ദൈവാത്മാവിനോട് പറയുക, ആ വാക്കുപയോഗിക്കാൻ പറയുക, ദൈവത്തിൻ്റെ ഡിവൈൻ സീക്രട്ട് എന്താണെന്ന്. ഹലോ, ആർക്കും വെളിപ്പെടുത്താത്ത ദൈവത്തിൻ്റെ രഹസ്യങ്ങളുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ അനുഭവത്തിന്റെ പിന്നിൽ there is a divine secret. ആ ഡിവൈൻ സീക്രട്ട് എന്താണെന്ന്, ആ പർപ്പസ് എന്താണെന്ന്, ആ പ്ലാൻ എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാണെന്ന്. Hallelujah. We worship you, Lord. ഹർഷൽ കമനരംതനെ. എല്ലാവരും ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ട്. എല്ലാ നാവുകളും ചലിക്കട്ടെ. മജന റംഷൽ കമനരംതനെ. Partners in pain. Hadal pamshal kamana. Jubana ramshal kamana radal pamdana. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നിങ്ങളിരിക്കുന്ന മുറികളിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ വേദനകളിൽ ആ ഗിലെയാദിലെ ആ ബാം, ആ തൈലം അവനൊന്ന് പൂശുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയകളിൽ ഹദൽ ഷെകമാന ഒരു ഹീലിംഗ് ടച്ച് ഇന്ന് സന്ധ്യയിൽ വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ കരം ഇറങ്ങി വന്നിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സ്വർഗീയ പദ്ധതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നൽകുകയാണ് ഇന്ന് സന്ധ്യയിൽ. ഹല്ലേലൂയ. Your pain is for the glory of the God. Hallelujah. നിങ്ങളുടെ വേദന ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യോഹന്നാനെ, നിന്റെ പത്മോസ്, ഹല്ലേലൂയ, നിന്റെ പത്മോസ്, അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. നിന്റെ പത്മോസ് ഇന്ന് വരെ നീ കാണാത്ത കാഴ്ചകൾ കാണാൻ പോയി. ഒരു കരം അവനെ വന്ന് ഒന്ന് തൊട്ടു, എന്നിട്ട് പറഞ്ഞു, യോഹന്നാനെ, ലുക്ക്, ഐ ആം അലൈവ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ, പണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്നെങ്കിൽ നീയും ജീവിക്കുന്നു. നോക്കടാ യോഹന്നാനെ, ഞാൻ ജീവിക്കുന്നടാ, ഞാൻ ഇന്നും ജീവിക്കുന്നടാ. കല്ലറ കൊണ്ട് ഞാൻ തീർന്നില്ലടാ, ഞാൻ ഒതുങ്ങിപ്പോയില്ലടാ. ദൈവരാജ്യം ഒതുങ്ങിയിട്ടില്ല. പാതാള ഗോപുരങ്ങൾ ദൈവരാജ്യത്തെ ജയിച്ചിട്ടില്ലടാ. ഇന്നും ഞാൻ ജീവിക്കുന്നു. ഞാൻ ഇന്നും ജീവിക്കുന്നെങ്കിൽ നീയും ജീവിക്കും, നീ എഴുന്നേൽക്കും. ഒറ്റ ദൂതോടെ പറഞ്ഞ നിർത്തുകയെ കേട്ടോ. ഹാൽക്കമഷകമന. നിങ്ങൾക്കറിയാമോ, യോഹന്നാനെ കൈ തൊട്ട് ബലപ്പെടുത്തുക മാത്രമല്ല, യോഹന്നാനോട് ദൂത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൈവം ആദ്യം പറഞ്ഞ ദൂത് ഏത് സഭയോടാ? 7 സഭകളിൽ ആദ്യം പറഞ്ഞ ദൂത് ഏത് സഭയോടാ? എന്തുകൊണ്ടാണെന്നറിയാമോ? ആ സഭ അവൻ്റെ സഭയാ. ആ സഭയുടെ മൂപ്പനവൻ. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു പാഠം പറയാം. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവം മറ്റുള്ളവരെ കുറിച്ച് ദൂത് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ചർച്ചിനെ കുറിച്ച് ആദ്യം നിന്നോട് സംസാരിച്ച് നിന്നെ ധൈര്യപ്പെടുത്താൻ വിശ്വസ്തനാ. ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ എഫെസോസിൽ എന്തിനാ തുടങ്ങിയത്? മറ്റു പല സഭയുമില്ലേ? ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എഫെസോസിൽ തുടങ്ങാൻ കാരണം ആ സഭയുടെ മൂപ്പനായിവൻ, ആ സഭയുടെ ദൂതനായിവൻ കേട്ടോ. അപ്പോൾ അവനുള്ള ദൂത്, അവനിടയനായിരിക്കുന്ന സഭയുടെ ദൂത് പറഞ്ഞ ദൈവം തുടങ്ങിയത്. നീ എന്തിനു വേണ്ടിയാണോ ഞരങ്ങുന്നത്, ആ വിഷയത്തെ തൊട്ട് ദൈവം സംസാരിക്കുമെന്ന്, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുമെന്ന് ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ചോദ്യം എന്തായിരിക്കാം യോഹന്നാൻ ചോദിച്ചത്? കർത്താവേ, എൻ്റെ എഫെസോസ് സഭയുടെ ഭാവി എന്താ?
ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചർച്ച കേട്ടോ, ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചർച്ച എഫെസോസ് സഭ. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിച്ച സഭ. പൗലോസ് മാറിപ്പോയപ്പോൾ തീമോത്തിയോസ് ശുശ്രൂഷിച്ച സഭ. തീമോത്തിയോസ് മാറിയപ്പോൾ യോഹന്നാനെ പോലെയുള്ള ശക്തന്മാർ, അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച സഭ. സാമാന്യ സഭയല്ല എഫെസോസ് സഭ. ചോദ്യം, കർത്താവെ സഭ പീഡിപ്പിക്കപ്പെടുന്നു, എഫെസോസിന്റെ ഭാവി എന്താ? കർത്താവ് പറഞ്ഞു, മോനെ എഫെസോസിനെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുക, നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിന് പദ്ധതിയുണ്ട്. നീ കൺസേൺഡ് ആയിരിക്കുന്ന വിഷയം എന്താണോ അതിനെക്കുറിച്ച് ഇന്ന് ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുവാനുണ്ട്. അതൽപ്പം that may be a sickness, that may be the pain which you are carrying. നിങ്ങളുടെ രോഗമാകാം, നിങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയാകാം, എന്തുമാകട്ടെ, ഇന്ന് ഈ സന്ധ്യയിൽ അതിനെ തൊട്ട് പരിശുദ്ധാത്മാവ് ചിലത് സംസാരിക്കുക. എന്താ നീ ചോദിക്കുന്നത്? സഭയുടെ ഭാവി എന്താ? നിങ്ങൾക്കറിയാമോ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളാകുമ്പോൾ മനോഹരമായൊരു ചിത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21-ാം അധ്യായം. യഹോവയുടെ കൈ എൻ്റെ മേൽ ഇറങ്ങി വന്നു, അവൻ എന്നെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ കണ്ടോ ആ വാക്യം? 21-ാം അധ്യായത്തിലാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ ഇറങ്ങി വന്ന് എന്നെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നെ ഒരു കാഴ്ച കാണിച്ചു. വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ ഒരു മണവാട്ടിയെപ്പോലെ അണിഞ്ഞ് ഒരുക്കപ്പെട്ട പുതിയ ജെറുസലേമിൻ്റെ കാഴ്ച. നീ കരയുന്നത് എന്തിനെ ഓർത്താ? നീ കരയുന്നത് പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിച്ചെന്നോർത്താണോ? നീ കരയുന്നത് ശത്രു നിന്റെ കുടുംബത്തെ ജയിച്ചെന്നോർത്താണോ? നീ കരയുന്നത് ശത്രു സഭയെ തകർത്തെന്നോർത്താണോ? ഇല്ല യോഹന്നാനെ, നീ കണ്ടോ, നീ പ്രവചനഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ, വെളിപ്പാടിന്റെ മൗണ്ടൻ ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ. ഇന്ന് സന്ധ്യയിൽ ആരൊക്കെ മൗണ്ടൻ ടോപ്പിലേക്ക് കയറാൻ തയ്യാറാ? I want to say, എനിക്ക് ഇങ്ങനെ പറയാൻ ആഗ്രഹം വരുന്നു. That may be the prophetic mountain top. Hallelujah. പ്രവചനഗിരിയുടെ മുകളിലേക്ക് നിന്നെ ഒന്ന് പൊക്കിക്കൊണ്ടുപോകട്ടെ കർത്താവിൻ്റെ കരം. ഇന്ന് സന്ധ്യയിൽ ചിലരുടെ മേൽ ഇറങ്ങി വന്ന് അവൻ്റെ വലങ്കരം തൊടുക മാത്രമല്ല, അവൻ്റെ വലങ്കരം പ്ലാനും പർപ്പസും വെളിപ്പെടുത്തുക മാത്രമല്ല, വലങ്കരം ചിലരെ വലിച്ചെടുത്ത് ഉയർന്നൊരു മലയിലേക്ക്. ഹലോ, നീ നിൽക്കുന്ന പത്മോസിൽ നിനക്ക് കിട്ടാത്ത ഒരു വിഷന്റെ റലം. ഹല്ലേലൂയ. നീ നിൽക്കുന്ന പത്മോസിൽ നിന്റെ കാഴ്ച ചുറ്റുമുള്ളത് കേട്ടോ, പക്ഷേ നിന്നെ മറ്റൊരു ഉയരത്തിലേക്ക് സ്വർഗം കൊണ്ടുപോകാൻ പോകുക. ഇന്ന് സന്ധ്യയിൽ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ കർത്താവ് ചിലരെ പിടിച്ചുയർത്താൻ പോകുക. അവന്റെ കരങ്ങളിൽ നിങ്ങൾ ഇന്ന് നിൽക്കുന്നതിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്നുവരെ നിങ്ങൾ കാണാത്ത ചില കാഴ്ചകൾ കാണിക്കാൻ പോകുക. അതല്ല റംഷകമന, ഇന്ന് നീ നിന്റെ ചുറ്റും കാണുന്ന പത്മോസ് അല്ല നിന്റെ ഭാവി, മറിച്ച് മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയ ദൈവസഭയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാടാ എന്റെ സഭ. ഹല്ലേലൂയ. നീ കണ്ടോ? പുതിയ ജെറുസലേമിനെ കണ്ടോ? സഭയുടെ ഭാവി ഇതാണെന്നുള്ള വെളിപ്പാട്. ഇന്ന് സന്ധ്യയിൽ ചിലരെ കർത്താവ് കരം പിടിച്ചൊന്ന് ഉയർത്തട്ടെ. നിങ്ങൾ ഉയരണം കേട്ടോ. ഹൈറ്റ് കൂടുന്തോറും വിഷൻ വ്യത്യസ്തമായി തീരും. ഹൈറ്റ് കൂടുന്തോറും ഹല്ലേലൂയ കാഴ്ചയുടെ മണ്ഡലം മാറും. താഴെ നിൽക്കുന്നവർ പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. പക്ഷെ ഉയർന്നു പൊങ്ങിയ മലയിലേക്കൊന്ന് കയറി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, ഭാവി നിനക്ക് കാണാൻ പറ്റും. ഈ നിൽക്കുന്ന സ്ഥലമല്ല, അങ്ങ് ദൂരെ കിലോമീറ്റർക്ക് അപ്പുറമുള്ള നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആ വലിയ ഹോപ്പുള്ള, ആ വലിയ പ്രത്യാശയുള്ള, ആ വലിയ ജീവനുള്ള പ്രത്യാശ കാണുവാൻ പറ്റും. യേശുക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ മക്കളെ കരമൊന്ന് പിടിക്കണം കർത്താവേ. ഈ നിന്റെ മക്കൾ ഓരോരുത്തരുടെ മേലും നിന്റെ കരമിറങ്ങി വന്നിട്ട് ടു അനദർ ഹൈറ്റ്. ഹല്ലേലൂയ. ഒരു വ്യത്യസ്തമാകുന്ന ഒരു പ്രോഫറ്റിക് റലത്തിന്റെ ഒരു വിഷന്റെ റലത്തിന്റെ ഒരു ഉയരത്തിലേക്ക് നിന്റെ മക്കളെ നീ കൊണ്ടുപോകണം. അവർ കാഴ്ചകൾ കാണാൻ തുടങ്ങട്ടെ. അവർ പ്രത്യാശയുള്ള, ആശയുള്ള ഭാവിയെക്കുറിച്ച് പുഞ്ചിരിയിടത്തക്കവണ്ണം സൗഖ്യമുള്ള, അനുഗ്രഹമുള്ള കാഴ്ചകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ കാണുവാൻ തുടങ്ങട്ടെ. കർത്താവിനെ സ്തുതിച്ച് കരങ്ങളെ അടിച്ച് ഈ ദൂതനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. മഷൽ കമനരഗദലേ. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനൊന്ന് സ്തുതിക്കാൻ നമുക്ക് വർഷിപ്പ് ചെയ്യാം. അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിക്കാം. ഡോണമോള് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താൻ വാഴ്കയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതിയില്ല.
ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴ്കയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനാം സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴ്കയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth living just because he lives. താൻ വാഴ്കയാൽ ആകുലമില്ല നാളെയെന്ന്, ഭീതി